നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് സായി പല്ലവി. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത 2015 പുറത്തിറങ്ങിയ പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രം ഇന്നും ആരാധക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മലയാളത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ സായി പല്ലവി തമിഴിലും തെലുങ്കിലും ഒക്കെയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ താരങ്ങളിൽ ഒരാളാണ് സായി പല്ലവി. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. അതെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. നിരവധി പേരാണ് ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റും താരത്തെ പിന്തുടരുന്നത്. കൈനിറയ അവസരങ്ങളുമായി തിളങ്ങി നിൽക്കുകയാണ് സായി പല്ലവി. ഇനി എപ്പോഴാണ് മലയാളത്തിലേക്ക് എത്തുകയെന്നാണ് ആരാധകർ പലപ്പോഴും സായി പല്ലവിയോട് ചോദിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അതിനൊരു മറുപടി വന്നിരിക്കുകയാണ്. സായി പല്ലവിയും പ്രണവ് മോഹൻലാലും ഒന്നിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല. മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏതൊരു വാർത്തയും പ്രേക്ഷകർക്ക് ആവേശമാണ്. കാരണം തന്റെ കാര്യം പറഞ്ഞ് പ്രണവ് എവിടെയും വരാറില്ല. പല അഭിമുഖങ്ങളിലും കൂടെ പ്രവർത്തിച്ച ആളുകളും മോഹൻലാലും പറഞ്ഞ അറിവുകൾ മാത്രമാണ് പ്രണവിനെ സംബന്ധിച്ച് ആരാധകർക്കും അറിയാവുന്നത്. ആ വാർത്തകൾക്കിടയിലാണ് പുതിയ ഒരു വിശേഷം കൂടെ വന്നിരിക്കുന്നത്. തന്റെ യാത്രകൾക്കിടയിലുള്ള ബ്രേക്കാണ് പ്രണവ് മോഹൻലാലിന്റെ സിനിമ. ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ യാത്രകൾക്ക് വേണ്ട കാശ് സ്വരൂകൂട്ടാനാണ് സിനിമകൾ ചെയ്യുന്നത് എന്നാണ് ജിത്തു ജോസഫ് ഒരിക്കൽ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ നീണ്ട കാലത്തെ യാത്രകൾ കഴിഞ്ഞ് വിനീത് ശ്രീനിവാസന്റെ പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. പ്രണവിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരേ സമയം ഒന്നിനു പിറകെ ഒന്നായി സിനിമകൾ തിരഞ്ഞെടുക്കാത്ത നടനാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കഴിഞ്ഞ് ചെയ്യാനുള്ള അടുത്ത ചിത്രം പ്രണവ് ഏറ്റെടുത്തു എന്നാണ് പുതിയ വാർത്ത. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം സിനിമയായി വരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2018 എന്ന ഹിറ്റ് സിനിമയുടെ എഴുത്തുകാരൻ കൂടെയാണ് അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമായ റാം കെയർ ഓഫ് ആനന്ദി സിനിമയാകുന്നു എന്നും നവാഗതനായ അനുഷ പിള്ളയാണ് സംവിധാനം ചെയ്യുന്നത് എന്നും നേരത്തെ പുറത്തു വന്ന വാർത്തയാണ്. തമിഴിലും മലയാളത്തിലുമായിട്ടാണ് സിനിമ ഒരുങ്ങുന്നത്. കമലിന്റെ സഹ സംവിധായകനായി പ്രവൃത്തി പരിചയ സമ്പത്തുമായിട്ടാണ് അനുഷ വരുന്നത്. വിഘ്നേഷ് വിജയകുമാറാണ് സിനിമ നിർമ്മിക്കുന്നത്. മെഡിക്കൽ പഠനത്തിനിടയിലെ ഇടവേളയായിരുന്നു സായി പല്ലവി അഭിനയത്തിലേക്ക് എത്തിയത്. ഡാൻസ് റിയാലിറ്റി ഷോയിലും മുൻപ് താരം പങ്കെടുത്തിരുന്നു. ആദ്യ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് അന്യഭാഷയിൽ നിന്നുള്ള അവസരങ്ങളും ഈ താരത്തിന് ലഭിച്ചിരുന്നത്. മുൻനിര സംവിധായകരുടെയും താരങ്ങളുടെയും എല്ലാം ചിത്രത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരവും സായി പല്ലവിക്ക് ലഭിച്ചിരുന്നു. സിനിമയിലെത്തി അധികം വൈകുന്നതിന് മുൻപ് തന്നെ തന്റെ നിലപാടുകളെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു താരം. കുട്ടി ഉടുപ്പിട്ട് അഭിനയിക്കാൻ താല്പര്യമില്ല, അത്തരത്തിലുള്ള വേഷം സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ ചുംബന രംഗങ്ങളിലും അഭിനയിക്കാൻ താല്പര്യമില്ലെന്നുമായിരുന്നു താരം പറഞ്ഞത്. മുൻപൊരിക്കൽ സംവിധായകൻ ചുംബന രംഗത്തിൽ അഭിനയിക്കാനായി ആവശ്യപ്പെട്ടിരുന്നു. ലിപ് ലോക്ക് സീനായിരുന്നു സംവിധായകൻ പ്ലാൻ ചെയ്തിരുന്നത്. തുടക്കം തന്നെ നോ പറഞ്ഞിരുന്നു. സംവിധായകൻ നിർബന്ധിച്ചപ്പോഴും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം. സായി പല്ലവി ബോളിവുഡിലേക്ക് എത്തുന്നതായും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ നായകനാകുന്ന ചിത്രത്തിൽ സായി പല്ലവി നായികയായി എത്തുന്നു എന്നാണ് വിവരം. പ്രണയകഥയായി ഒരുങ്ങുന്ന ചിത്രം സുനിൽ പാണ്ഡെ ആണ് സംവിധാനം ചെയ്യുന്നത്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ ഉടൻ പ്രഖ്യാപിക്കും. നയൻതാരയ്ക്ക് പിന്നാലെ ബോളിവുഡിൽ എത്തുന്ന തെന്നിന്ത്യൻ താരമാണ് സായി പല്ലവി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.